ഏറ്റവും വലിയ നിധിശേഖരം ഒളിപ്പിച്ചു വെച്ച മണ്ണ്, ശാസ്ത്രത്തിന് പോലും ഇന്നും പിടികിട്ടാത്ത രഹസ്യങ്ങളുള്ള അറകൾ. നമുക്കിന്ന് കാണുന്ന തിരുവനന്തപുരം എന്ന നഗരത്തിന് ആ പേര് ലഭിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? അനന്തന്റെ നഗരം എന്നാണ് ആ വാക്കിനർത്ഥം. 1000 തലയുള്ള അനന്തശായിയായ പത്മനാഭന്റെ കഥ ഇവിടെ തുടങ്ങുന്നു. ചരിത്രത്തിനുമപ്പുറം വിശ്വാസത്തിന്റെ നൂലിഴകൾ കോർത്തിണക്കിയ ആ ഐതിഹ്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ കലിയുഗം പിറന്ന് ഏകദേശം 950 ദിവസം, തുളു ബ്രാഹ്മണനായ ദിവാകരമുനി എന്ന യോഗി തന്റെ കഠിനമായ തപസ്സിലായിരുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിനെ നേരിട്ട് കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരു ദിവസം മുനിയുടെ മുന്നിൽ അതിമനോഹരനായ ഒരു കുട്ടി പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ പ്രഭ കണ്ട് മുനി അതിശയിച്ചു പോയി. തനിക്ക് മക്കളില്ലാത്തതിനാൽ ആ കുട്ടിയെ കൂടെ താമസിപ്പിക്കാൻ മുനി ആഗ്രഹിച്ചു. ബാലൻ ഒരു നിബന്ധന വെച്ചു: ഞാൻ കൂടെ നിൽക്കാം, പക്ഷേ എന്നെ എപ്പോഴെങ്കിലും അനാദരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ ഞാൻ അപ്പോൾ തന്നെ താങ്കളെ വിട്ടു പോകുന്നതായിരിക്കും. മുനി അത് സമ്മതിച്ചു. പിന്നീട് നടന്നത് രസകരമായ സംഭവങ്ങളാണ്. മുനി പൂജയ്ക്ക് വെക്കുന്ന പുഷ്പങ്ങൾ ബാലൻ എടുത്തു കളയും, സാളഗ്രാമങ്ങൾ വായിലിടും. ഒരു ദിവസം പൂജയ്ക്കിടെ മുനിയുടെ ഏകാഗ്രത നശിപ്പിക്കും വിധം കുട്ടി വലിയ കുസൃതി കാണിച്ചു. ക്ഷമകെട്ട മുനി കുട്ടിയെ ശാസിച്ചു. ശാസന കേട്ടപാടെ ആ ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: മുനിയെ, ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിലേക്ക് വരൂ. അതും പറഞ്ഞ് അവൻ അപ്രത്യക്ഷനായി. താൻ ശാസിച്ചത് സാക്ഷാൽ ഭഗവാനെയാണെന്ന് തിരിച്ചറിഞ്ഞ മുനി കരഞ്ഞുകൊണ്ട് ഓടി. കാടുകളും പുഴകളും താണ്ടി അദ്ദേഹം അനന്തങ്കാട് ലക്ഷ്യം വെച്ച് അലഞ്ഞു. അതായത് ഇന്നത്തെ തിരുവനന്തപുരം ഭാഗം. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. ഒരു വലിയ ഇലപ്പിമരം വലിയ ശബ്ദത്തോടെ നിലംപതിച്ചു. ആ മരം പെട്ടെന്ന് അനന്ത സൈന്യത്തിലുള്ള ഭഗവാന്റെ രൂപമായി മാറി. ആ രൂപം കണ്ട് മുനി ഭയന്നുപോയി. ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും നാഭി തിരുവനന്തപുരത്തും തൃപ്പാദങ്ങൾ തൃപ്പാപ്പൂരും എത്തുന്നത്ര വലിപ്പമുണ്ടായിരുന്നു. ഏകദേശം 8 മൈലോളം, അതായത് 13 കിലോമീറ്റർ നീളമുള്ള വിശ്വരൂപമായിരുന്നു അത്. ഭഗവാന്റെ ഇത്രയും വലിയ രൂപം ദർശിക്കാൻ തന്റെ കണ്ണുകൾക്ക് കഴിയില്ലെന്നും പൂജിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് മുനി അപേക്ഷിച്ചു. ഭഗവാനെ, എന്റെ വടി കൊണ്ട് അളക്കാവുന്ന 3 ഭാഗങ്ങളായി അങ്ങ് ദർശനം നൽകിയാലും എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. മുനിയുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ തന്റെ വലിപ്പം കുറച്ചു. ഇന്നത്തെ ക്ഷേത്രത്തിൽ കാണുന്ന 3 വാതിലുകളിലൂടെയുള്ള ദർശനം ഈ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മുനി ഭഗവാന് ആദ്യം നിവേദ്യമായി നൽകിയത് ഒരു പച്ചമാങ്ങയായിരുന്നു. ഇന്നും പത്മനാഭസ്വാമിക്ക് ഉപ്പിലിട്ട മാങ്ങ നിവേദ്യമായി നൽകുന്ന പതിവുണ്ട്. ആദ്യകാലത്ത് മരത്തിൽ തീർത്ത വിഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലത്താണ് അത് മാറ്റി 12,008 സാളഗ്രാമങ്ങൾ കൊണ്ട് നിർമ്മിച്ച കടുശർക്കര യോഗ വിഗ്രഹമായി മാറിയത്. ഇങ്ങനെയാണ് കേരളത്തിന്റെ അഭിമാനമായ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായത്. എന്നാൽ ഇത് കഥയുടെ തുടക്കം മാത്രമാണ്. ഈ ക്ഷേത്രത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടമാക്കി മാറ്റിയ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ധീരമായ പോരാട്ടങ്ങളെ കുറിച്ചും തൃപ്പടിദാനം എന്ന ചരിത്ര സത്യത്തെക്കുറിച്ചും നമുക്ക് തുടർന്ന് കാണാം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങൾക്കും അപ്പുറം ചോരയും നീരും നൽകി ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ച ഒരു രാജാവുണ്ട്. 8 വീട്ടിൽ പിള്ളമാരും യോഗക്കാരായ പോറ്റിമാരും ചേർന്ന് ക്ഷേത്രത്തെയും രാജ്യത്തെയും തകർക്കാൻ ശ്രമിച്ച കാലം. ഒടുവിൽ തന്റെ ഉടവാൾ ഭഗവാന്റെ തൃപ്പടിയിൽ വെച്ച് ഞാൻ നിന്റെ ദാസനാണെന്ന് പ്രഖ്യാപിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ അവിശ്വസനീയമായ പോരാട്ട വീര്യത്തിന്റെ കഥയാണിത്. മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നതിനു മുൻപ് തിരുവിതാംകൂർ ആഭ്യന്തര കലാപങ്ങളാൽ കലുഷിതമായിരുന്നു. 8 വീട്ടിൽ പിള്ളമാരും ആഡംബിമാരും ചേർന്ന് യുവരാജാവിനെ വധിക്കാൻ പലതവണ ശ്രമിച്ചു. ചരിത്രത്തിൽ പറയുന്നത് പോലെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പരിസരങ്ങളിലും ഒളിച്ചു താമസിച്ചു. ഒരിക്കൽ ശത്രുക്കൾ വളഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വലിയ മരപ്പൊത്തിൽ ഒളിച്ചിരുന്നു. അമ്മച്ചി പ്ലാവ് എന്നറിയപ്പെടുന്ന ആ പ്ലാവ് ഇന്നും ആ ചരിത്രത്തിന് സാക്ഷിയായി അവിടെ നിൽക്കുന്നു. ഭഗവാൻ തന്നെ കാത്തുരക്ഷിക്കുന്നു എന്ന് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് അവിടെ നിന്നാണ് ലഭിച്ചത്. 1729
അധികാരമേറ്റ ശേഷം മാർത്താണ്ഡവർമ്മ ആദ്യം ചെയ്തത് തന്റെ ഇഷ്ടദൈവത്തിന്റെ ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്നതായിരുന്നു. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും 12,008 വിശുദ്ധമായ താളഗ്രാമങ്ങൾ ആനപ്പുറത്ത് തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇവ ഉപയോഗിച്ചാണ് ഇന്നത്തെ 18 അടി നീളമുള്ള വിഗ്രഹം നിർമ്മിച്ചത്. സാധാരണ ലോഹങ്ങളോ കല്ലോ ഉപയോഗിച്ചല്ല വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഔഷധക്കൂട്ടുകളും മണലും ചേർത്തുള്ള പ്രത്യേക വിദ്യയിലൂടെയാണ് ഇത് നിർമ്മിച്ചത്. ഇതിനെയാണ് കടുശർക്കര യോഗം എന്ന് വിളിക്കുന്നത്. വിഗ്രഹം കഴുകി വൃത്തിയാക്കാൻ, അതായത് അഭിഷേകം പാടില്ലാത്തതിനാൽ ഇന്നും പ്രത്യേക കർമ്മങ്ങൾ മാത്രമേ വിഗ്രഹത്തിൽ ചെയ്യാറുള്ളൂ. 1750 ജനുവരി 3 ഈ തീയതി ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. അന്ന് രാവിലെ മാർത്താണ്ഡവർമ്മ തന്റെ കുടുംബാംഗങ്ങളോടും മന്ത്രിമാരോടും കൂടി ക്ഷേത്രത്തിലെത്തി. അദ്ദേഹം തന്റെ രാജകീയ ചിഹ്നമായ ഉടവാൾ പത്മനാഭസ്വാമിയുടെ തൃപ്പടിയിൽ സമർപ്പിച്ചു. കണ്ണീരോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ഈ രാജ്യം എന്റേതല്ല, പത്മനാഭന്റേതാണ്. ഞാൻ ഈ രാജ്യത്തെ അവിടുത്തെ ദാസനായി ഭരിച്ചുകൊള്ളാം. അതോടെ തിരുവിതാംകൂർ എന്ന രാജ്യം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറി. രാജ്യത്തെ ഓരോ പൈസയും ഭഗവാന്റെ സ്വത്തായി കരുതി സംരക്ഷിക്കപ്പെട്ടു. പിൽക്കാലത്ത് നിലവറകളിൽ കണ്ടെത്തിയ വൻ നിധിശേഖരം ഇങ്ങനെ സ്വരുക്കൂട്ടപ്പെട്ടതാണ്. ഒരു രാജാവും അതിൽ നിന്നും ഒരണ പോലും സ്വന്തം ആവശ്യത്തിന് എടുത്തില്ല. മാർത്താണ്ഡവർമ്മ തുടങ്ങി വെച്ച ആ ദാസ്യവൃത്തി ഇന്നും തിരുവിതാംകൂർ രാജകുടുംബം തുടരുന്നു. ഇത്രയേറെ സമ്പത്തുണ്ടായിട്ടും ലളിതമായി ജീവിക്കുന്ന ആ രാജകുടുംബത്തിന്റെ രഹസ്യം ഈ തൃപ്പടിദാനമാണ്. എന്നാൽ ഈ ഭക്തിയുടെയും സമ്പത്തിന്റെയും പിന്നിൽ കാലം ഒളിപ്പിച്ചു വെച്ച ചില രഹസ്യ നിലവറകളുണ്ട്. നമുക്ക് ആ നിലവറകളെ കുറിച്ചും ലോകത്തെ ഞെട്ടിച്ച സ്വർണശേഖരത്തെ കുറിച്ചും ആർക്കും തുറക്കാൻ കഴിയാത്ത ഈ നിലവറയെ കുറിച്ചും തുടർന്ന് കാണാം. നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന ആ ഇരുമ്പ് വാതിലുകൾക്ക് പിന്നിൽ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. വെറും വിശ്വാസങ്ങൾക്കും കഥകൾക്കും അപ്പുറം അവിടെ കോടാനുകോടി മൂല്യമുള്ള നിധിയുണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞത് 2011 സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ ചരിത്ര പ്രസിദ്ധമായ നിലവറകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഏതൊരു ഹോളിവുഡ് സിനിമയെയും വെല്ലുന്നതായിരുന്നു. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന് താഴെയും ചുറ്റുമായി 6 നിലവറകളാണുള്ളത്. ഇതിനെ ABCDEF എന്നിങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇവയിൽ CDEF നിലവറകൾ ക്ഷേത്രത്തിലെ നിത്യേനയുള്ള ആവശ്യങ്ങൾക്കായി ഇടയ്ക്കിടെ തുറക്കാറുണ്ട്. ഉത്സവങ്ങൾക്കുള്ള തിരുവാഭരണങ്ങളും പൂജാപാത്രങ്ങളുമാണ് ഇതിൽ സൂക്ഷിക്കുന്നത്. AB നിലവറകൾ ഇവയായിരുന്നു യഥാർത്ഥ നിഗൂഢതകൾ. നൂറ്റാണ്ടുകളായി ഈ നിലവറകൾ തുറന്നിരുന്നില്ല. ഇതിൽ നിലവറ തുറക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചതോടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കണ്ടെത്തലിലേക്ക് വഴി തുറന്നത്. ഉദ്യോഗസ്ഥർ ആ ഇരുമ്പ് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. ടോർച്ച് വെളിച്ചത്തിൽ അവിടെ കണ്ടത് മഞ്ഞ നിറത്തിൽ തിളങ്ങുന്ന കൂമ്പാരങ്ങളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സ്വർണത്തിന്റെ ഒരു കടൽ തന്നെയായിരുന്നു അവിടെ. 3.5 അടി ഉയരമുള്ള ശുദ്ധ സ്വർണത്തിൽ തീർത്ത മഹാവിഷ്ണുവിന്റെ വിഗ്രഹം, 18 അടി നീളമുള്ള സ്വർണമാലകൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്നത്, ആയിരക്കണക്കിന് കിലോ സ്വർണ്ണ നാണയങ്ങൾ, റോമൻ നെപ്പോളിയൻ കാലഘട്ടത്തിലെ നാണയങ്ങൾ വരെ ഇതിൽ ഉണ്ടായിരുന്നു. വിലപിടിപ്പുള്ള രത്നങ്ങൾ, മരതകം, വജ്രം എന്നിവ പതിപ്പിച്ച കിരീടങ്ങൾ, ചാക്കുകളിൽ കെട്ടിവെച്ച സ്വർണ്ണാഭരണങ്ങൾ. ഏകദേശം 1 ലക്ഷം കോടി രൂപയോളമാണ് അന്ന് കണക്കാക്കിയ മൂല്യം. എന്നാൽ ഇതിന്റെ പുരാതന മൂല്യം കണക്കാക്കിയാൽ ഇത് 5 ലക്ഷം കോടി രൂപയെങ്കിലും വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സമ്പത്ത് എവിടെ നിന്ന് വന്നു എന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. ഒന്നാമതായി, തിരുവിതാംകൂർ രാജാക്കന്മാർ യുദ്ധങ്ങളിൽ വിജയിക്കുമ്പോൾ ലഭിച്ച സമ്പത്ത് ഭഗവാന്റേതാണെന്ന് കരുതി അവിടെ നിക്ഷേപിച്ചു. രണ്ടാമതായി, യൂറോപ്പിൽ നിന്നും റോമിൽ നിന്നും കച്ചവടത്തിനായി വന്നവർ നൽകിയ സ്വർണ്ണ നാണയങ്ങൾ. മൂന്നാമതായി, ഭക്തർ നൂറ്റാണ്ടുകളായി സമർപ്പിച്ച കാണിക്കകൾ. ഈ സമ്പത്തൊന്നും രാജാക്കന്മാർ സ്വന്തം ആവശ്യത്തിന് എടുത്തില്ല എന്നതുകൊണ്ടാണ് ഇത് ലോകത്തെ ഏറ്റവും വലിയ നിധിശേഖരമായി മാറിയത്. എല്ലാം തുറന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ തെറ്റി. നിലവറയിലെ നിധി കണ്ട് ലോകം ഞെട്ടി നിൽക്കുമ്പോൾ
ഉദ്യോഗസ്ഥർ അടുത്ത വാതിലിന് മുന്നിലെത്തി. ബി നിലവറ. പക്ഷേ അവിടെ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ആ വാതിൽ തുറക്കാൻ നിയമങ്ങൾക്കോ യന്ത്രങ്ങൾക്കോ കഴിഞ്ഞില്ല. എന്താണ് ബി നിലവറയുടെ രഹസ്യം? എന്തുകൊണ്ട് ആ വാതിൽ ഇന്നും അടഞ്ഞു കിടക്കുന്നു? നമുക്ക് ആ നിഗൂഢതകളിലേക്ക് കടന്നു ചെല്ലാം. എ നിലവറയിലെ സ്വർണ്ണക്കടൽ കണ്ട് ലോകം സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർ അടുത്ത വാതിലിന് മുന്നിലെത്തി. ബി നിലവറ. പക്ഷേ അവിടെ അവരെ കാത്തിരുന്നത് അത്ഭുതങ്ങളല്ല, മറിച്ച് വലിയൊരു ഭയമായിരുന്നു. നൂറ്റാണ്ടുകളായി ആരും സ്പർശിക്കാത്ത മന്ത്രശക്തിയാൽ ബന്ധിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ വാതിൽ ശാസ്ത്രത്തിന് മുന്നിൽ ഇന്നും അതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ബി നിലവറയെ ഭാരതക്കോൺ കല്ലറ എന്നാണ് വിളിക്കുന്നത്. ഇതിന് 3 വാതിലുകളാണുള്ളത്. ആദ്യത്തെ 2 വാതിലുകൾ, ഇരുമ്പ് വാതിലും മരവാതിലും, ഉദ്യോഗസ്ഥർക്ക് തുറക്കാൻ കഴിഞ്ഞു. എന്നാൽ 3ാമത്തെ വാതിൽ അതൊരു സാധാരണ വാതിലല്ല. അതിൽ താക്കോൽ പഴുതുകളില്ല, വിജാഗരികളില്ല. പകരം ആ വാതിലിൽ 2 കൂറ്റൻ നാഗരൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇത് കണ്ടതോടെ അന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയവർ പോലും ഭയന്നുപോയി. ഈ വാതിൽ നാഗബന്ധനം അല്ലെങ്കിൽ നാഗപാശം എന്ന താന്ത്രിക വിദ്യയാൽ ബന്ധിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം. ഒരു പ്രത്യേക രീതിയിലുള്ള ഗരുഡമന്ത്രം ജപിച്ചു മാത്രമേ ഈ വാതിൽ തുറക്കാൻ കഴിയൂ എന്ന് പറയപ്പെടുന്നു. ബി നിലവറയെ കുറിച്ച് വിശ്വസിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് അതിന്റെ അടിത്തട്ടിനെ കുറിച്ചാണ്. നിലവറയുടെ വാതിൽ തുറന്നാൽ കടൽ ഇരച്ചു കയറുമെന്നും വലിയൊരു പ്രളയം തിരുവനന്തപുരത്തെ വിഴുങ്ങുമെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു. വാതിലിന് അപ്പുറത്തു നിന്ന് തിരമാലകളുടെ ശബ്ദം കേൾക്കാമെന്ന് അവിടെ പോയിട്ടുള്ള പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അറബിക്കടലിന്റെ അടിത്തട്ടുമായി ഈ നിലവറയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ പ്രളയമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും പുരാതന വാസ്തുവിദ്യ അവിടെ പ്രയോഗിച്ചിട്ടുണ്ടോ? 1930കളിൽ ഇംഗ്ലീഷുകാർ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് പാമ്പുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നും അവർ പേടിച്ച് ഓടിയെന്നും ചില പഴയ രേഖകളിൽ പറയുന്നുണ്ട്. ഇതൊരു കെട്ടുകഥയാണെന്ന് പലരും കരുതി. എന്നാൽ ഈ നിലവറ തുറക്കാൻ നിർദ്ദേശിച്ചവർക്കും അതിന് നേതൃത്വം നൽകിയവർക്കും സംഭവിച്ച കാര്യങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ഈ കേസിലെ പരാതിക്കാരനായ TP സുന്ദരരാജൻ IT പരിശോധന കഴിഞ്ഞ് അധികം വൈകാതെ അന്തരിച്ചു. പരിശോധനാ സംഘത്തിലെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ അടുത്ത ബന്ധുവും മരണപ്പെട്ടു. ഇത് നിലവറ തുറക്കുന്നതിന് എതിരെയുള്ള ദൈവീകമായ മുന്നറിയിപ്പായി വിശ്വാസികൾ കാണുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ക്ഷേത്രത്തിന്റെ പരിശുദ്ധിക്കും വേണ്ടി ബി നിലവറ ഒരിക്കലും തുറക്കരുത് എന്ന് രാജകുടുംബവും വിശ്വാസികളും ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ചില കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയില്ല. ബി നിലവറ ഇന്നും അടഞ്ഞുകിടക്കുന്നു. അതിനുള്ളിൽ ഒരുപക്ഷെ ലോകം ഇതുവരെ കാണാത്തത്ര നിധിശേഖരം ഉണ്ടാകാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ. പക്ഷേ പത്മനാഭന്റെ ആ മണ്ണ് ഇന്നും ആ രഹസ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. നിധികളുടെയും ഐതിഹ്യങ്ങളുടെയും ലോകത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്നത്തെ പോലെ അത്യാധുനിക യന്ത്രങ്ങളില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ കരിങ്കല്ലുകൾ ഇവിടെ എത്തിച്ചത്? എങ്ങനെയാണ് 7 നിലകളുള്ള ഈ ഗോപുരം ഇത്ര കൃത്യതയോടെ നിർമ്മിച്ചത്? പത്മനാഭസ്വാമി ക്ഷേത്രം കേവലം ഒരു ആരാധനാലയമല്ല, അത് ഭാരതീയ വാസ്തുവിദ്യയുടെ വിശ്വരൂപമാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 100 അടി ഉയരമുള്ള ഈ ഗോപുരത്തിന് 7 നിലകളുണ്ട്. ഈ 7 നിലകളും മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. വിഗ്രഹത്തിന് മുന്നിലുള്ള മണ്ഡപം ഒരു കൂറ്റൻ കല്ലിൽ തീർത്തതാണ്. ഒരൊറ്റ കരിങ്കല്ല് ഇത്രയും കൃത്യമായി എങ്ങനെ ചെത്തിയെടുത്തു എന്നത് ഇന്നും അത്ഭുതമാണ്. ക്ഷേത്രത്തിലെ വലിയ ഇടനാഴിയിൽ 365 തൂണുകളുണ്ട്. വർഷത്തിലെ ഓരോ ദിവസത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഓരോ തൂണിലും കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ ഓരോന്നോരോന്നായി നോക്കിയാൽ അവ സംസാരിക്കുന്നതായി നമുക്ക് തോന്നും. ആ തൂണുകളിൽ തട്ടിയാൽ സംഗീതം കേൾക്കുന്ന ഭാഗങ്ങൾ വരെയുണ്ടെന്ന് പറയപ്പെടുന്നു. ഭഗവാൻ അനന്തശയനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഭഗവാനെ പൂർണ്ണമായി കാണാൻ കഴിയില്ല. ആദ്യത്തെ വാതിലിലൂടെ ഭഗവാന്റെ തിരുമുഖവും ചിരിക്കുന്ന കണ്ണുകളും ദർശിക്കാം. രണ്ടാമത്തെ വാതിലിലൂടെ ഭഗവാന്റെ നാഭിയും അതിൽ നിന്ന് വിരിയുന്ന താമരയിലിരിക്കുന്ന ബ്രഹ്മാവിനെയും കാണാം. മൂന്നാമത്തെ വാതിലിലൂടെ
ഭഗവാന്റെ തൃപ്പാദങ്ങൾ ദർശിക്കാം. ഈ 3 ഭാഗങ്ങളും ചേരുമ്പോൾ മാത്രമേ ഒരു ഭക്തന്റെ ദർശനം പൂർണ്ണമാകുന്നുള്ളൂ. ഇത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതായത് ജനനം, ജീവിതം, മോക്ഷം എന്നിവയെ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിന്റെ റൺവേ വഴി കടന്നു പോകുന്ന ഏക ഘോഷയാത്രയാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ട്. രാജ്യം എത്ര മാറിയാലും ഭഗവാന്റെ ആചാരത്തിന് വേണ്ടി ലോകത്തെ തന്നെ തിരക്കേറിയ റൺവേ പോലും വഴിമാറി കൊടുക്കുന്നു. ഇത് പത്മനാഭനും ആ മണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദീപം കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു. ലക്ഷക്കണക്കിന് മൺവിളക്കുകൾ തെളിയുമ്പോൾ ക്ഷേത്രം ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ തിളങ്ങും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദീപം കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു. ലക്ഷക്കണക്കിന് മൺവിളക്കുകൾ തെളിയുമ്പോൾ ക്ഷേത്രം ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ തിളങ്ങും. സ്വർണത്തിന്റെ മൂല്യമല്ല, മറിച്ച് ആ ക്ഷേത്രം കാത്തുസൂക്ഷിക്കുന്ന പൈതൃകമാണ് അതിന്റെ യഥാർത്ഥ നിധി. ഒരു രാജ്യം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച രാജാക്കന്മാരുടെ നാട്ടിൽ നിഗൂഢമായ നിലവറകൾക്ക് കാവലിരിക്കുന്ന നാഗരൂപങ്ങൾക്കിടയിൽ ഭക്തർ ഇന്നും പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇനിയും അവിടെ ബാക്കിയുണ്ടാകാം. പക്ഷേ അനന്തമായി ശയിക്കുന്ന ആ പത്മനാഭന്റെ കൺവട്ടത്തിൽ അനന്തപുരി ഇന്നും സുരക്ഷിതമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.